നിപ്പ കേരളത്തിലല്ല ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ അസുഖങ്ങളെ പറ്റിയുള്ള ഒരു മാതൃക പോലും നമ്മുടെ കയ്യിലില്ല. മങ്കി പോക്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. ഈ ഘടകങ്ങളൊന്നും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെയുള്ള ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ഒരു കൂട്ടായ ഇടപെടലില്ലാതെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല. നവാസേ, ഇപ്പം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ പറ്റി ഒരുപാട് വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലോകത്തെ തന്നെ മാരകമായ അസുഖങ്ങളായ ഇപ്പം കൊറോണ, നിപ്പ, മങ്കി പോക്സ് പോലുള്ള അസുഖങ്ങൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ നിന്ന്, അതായത് അതിൻ്റെ ഔട്ട് ബ്രേക്കുകൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കാര്യം? അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും നമ്മളെ വിമർശിക്കുന്ന സമയത്ത് അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും? കേരളത്തിൽ കോവിഡും നിപ്പയും മങ്കി പോക്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. നമുക്ക് ഉദാഹരണമായിട്ട് നിപ്പ തന്നെ എടുക്കാം. ഇപ്പം നിപ്പ കേരളത്തിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളുടെ പല പ്രദേശങ്ങളായിട്ടാണ്. സോ അപ്പം നിപ്പയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ളത് വവ്വാലുകളിൽ നിന്നാണ്. അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്ന വവ്വാലുകളിൽ നിന്നും ഇത് പകരുന്നതാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ, അതായത് ICMR പഠനപ്രകാരം കോഴിക്കോട്, വയനാട് ഒക്കെ കണ്ടെത്തിയ വവ്വാലുകളിൽ ഈ പറഞ്ഞിട്ടുള്ള നിപ്പയ്ക്കെതിരെയുള്ള ആന്റിബോഡീസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമതുള്ളത് അന്താരാഷ്ട്ര യാത്രകളിലൂടെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മങ്കി പോക്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. അതുപോലെ തന്നെ കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. കോവിഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് വുഹാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിലാണ്. മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് UAE നിന്ന് ഇന്ത്യയിൽ വന്ന ഒരു മലയാളിയിലാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനസംഖ്യാ ഘടനയോ ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഇപ്പം കേരളത്തിന് വളരെ വലിയ ഫോറസ്റ്റ് കവർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള മൺസൂൺ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ വരവും പോക്കുമുള്ളതാണ്. അതുപോലെ തന്നെ 24 ലക്ഷത്തിലധികം മലയാളികൾ മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഈ ഘടകങ്ങളൊന്നും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡിസീസസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൺഫ്യൂഷനുകളില്ലാതെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുക, അതിനുള്ള സർവൈലൻസ്, അതുപോലെ തന്നെ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂട്ട് മാപ്പുകൾ പ്രസിദ്ധീകരിക്കുക, ക്വാറന്റൈൻ, കണ്ടെയ്ൻമെന്റ്, അതുപോലെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, ഇതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കേരളം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു സമയങ്ങളിലും നമ്മുടെ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ജൽപ്പനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സർവൈലൻസ് മെക്കാനിസത്തെ പറ്റി ഇന്നവാസം മുമ്പ് പറഞ്ഞ പോലെ അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇങ്ങനൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ട പ്രിക്കോഷൻസ് എന്താണ്, ആ രോഗത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ്, എന്ത് തരത്തിലാണ് മനുഷ്യരെ അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ടാണ് ഓരോ ആൾക്കാരിലേക്ക് ഓരോ മെസ്സേജസ് എത്തിക്കുന്നത്. അപ്പം ഈ അസുഖങ്ങളെ പറ്റിയുള്ളൊരു മാതൃക പോലും നമ്മുടെ കയ്യിലില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ആദ്യം മുതൽ ഫ്രം ദ സ്ക്രാച്ച് നമ്മളിത് മുഴുവൻ പഠിച്ചിട്ടാണ് ആൾക്കാരുടെ മുമ്പിലേക്ക് ഈ വിവരങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതും കൂടെ ഒരു പോയിന്റ് ഇതിലുണ്ട്. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ നമുക്ക് നേരെ വരുമ്പോൾ അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു തീർച്ചയായിട്ടും പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഇത് എത്രത്തോളം ഡിറ്റക്ട് ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നിപ്പ കേരളത്തിലല്ല ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിൽ 2 തവണ നിപ്പ വന്നു പോയിട്ടുണ്ട്. ഒന്ന് 2001 2007. അപ്പം 2001 നിപ്പ വന്നു പോയതിനും പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിപ്പയായിരുന്നു എന്നുള്ള കൺക്ലൂഷനിൽ എത്തുന്നത്. 2001 2011 നിപ്പ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ഫാറ്റലായിരുന്നു. ഫാറ്റാലിറ്റി റേറ്റ് അഥവാ മരണനിരക്കൊക്കെ 70. നമ്മുടെ അന്യ സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും ഈ വാക്സിനേഷൻ പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. നമ്മളിവിടെ സജീവമായിട്ട് എല്ലാ ആൾക്കാരെയും അവർ വാക്സിനേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പലർക്കും വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായ ഈ തമിഴ്നാടാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും പലപ്പോഴും വാക്സിനേഷനുകൾ നിർത്തിവെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മളിതൊക്കെ ചെയ്തതെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റാലിറ്റി റേറ്റ്സ് ഒക്കെ അന്ന് 70% 100% ഒക്കെ ആയിരുന്നു. കേരളത്തിൻ്റെ സർവൈലൻസ് മെക്കാനിസത്തിൻ്റെ വിജയം അവിടെയാണ്. ഇപ്പം കേരളം പല ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അവയർനെസ് ഡ്രൈവുകളൊക്കെ മൂലം ഒരു പർട്ടിക്കുലർ കേസ് ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ സെൻ്ററിലോ എത്തുന്ന സമയത്ത് അത് ഫോർ എക്സാമ്പിൾ നിപ്പയുടെ കാര്യം തന്നെ 2015 നിപ്പയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വൈറൽ എൻസെഫലൈറ്റിസ് ആണെന്ന് അവിടെയുള്ള ഡോക്ടർമാർക്കും ഈ നേഴ്സിനും അടക്കം അത് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് നിപ്പയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനും സംശയവും അവിടെ ഉയരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നു, അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുക്കുന്നു, അത് കൺഫേം ചെയ്യുന്നു.
അപ്പം ഈ പറഞ്ഞിട്ടുള്ള അവയർനെസ്സിന്റെയും ഈ പറഞ്ഞിട്ടുള്ള സർവൈലൻസ് മെക്കാനിസത്തിന്റെയും ഒരു ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങുന്നത്. ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസ് ഇതാവാമെന്നുള്ള ഒരു ആലോചന പോലും വരുന്നിടത്ത് നമ്മുടെ സർവൈലൻസ് മെക്കാനിസം വിജയിച്ചു എന്നാണ് പറയാൻ സാധിക്കുക. അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റ് സെക്ടേഴ്സും ആളുകളും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങളെ നേരിടുന്ന ഒരു രീതി, ഇപ്പം ഗവൺമെൻറ് ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ വളരെ ത്രെറ്റായി മാറാൻ സാധ്യതയുള്ളൊരു കാര്യത്തെപ്പറ്റി ഇൻഫോർമേറ്റീവായിട്ട് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അതിനെ അതേപോലെ തന്നെ ഉൾക്കൊള്ളുക എന്നൊരു മനസ്ഥിതി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളും സർക്കാരുകളും തമ്മിലുള്ള ഈ സംയോജിതമായ ഇടപെടൽ ഇതിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ വിജയിക്കാൻ അതിന് എന്തുമാത്രം സഹായകമായിട്ടുണ്ടാവും? ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ഒരു കൂട്ടായ ഇടപെടലില്ലാതെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. ഇപ്പം 2018 നിപ്പയുടെ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് 2000-ഓളം മനുഷ്യരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യ അവറുകളിൽ തന്നെ സർക്കാർ ക്വാറന്റൈനിൽ കൊണ്ടുപോകുന്നുണ്ട്. റൂട്ട് മാപ്പുകൾ പ്രസിദ്ധീകരിക്കുക, ഇവരുമായി സഹകരിച്ച ആളുകളെ ഇമ്മീഡിയറ്റ്ലി ഡിറ്റക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ ക്വാറന്റൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സർക്കാർ തലത്തിൽ നടന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പം ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു മെഡിക്കൽ സെന്റർ മുതൽ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ദേശീയ തലത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ഒരു ഏകോപനോടെ ഉറപ്പാകുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ മുതൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ, വാർത്താ ചാനലുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അലേർട്ട് ആകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഈ ഗൈഡ് ലൈനുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ പെരുമാറ്റച്ചട്ടങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആളുകളിൽ എത്തിക്കുന്നതിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ICMR-നോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ലോക ആരോഗ്യ സംഘടന വഴി ഓസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡീസിന് നമ്മൾ കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഭാവിയിൽ ഇതുപോലുള്ള ഔട്ട് ബ്രേക്കിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നുണ്ട്. കേരള ജനതയുടെ സഹകരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി എടുത്തു പറയേണ്ടതാണ്. അവർ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു, കൃത്യമായിട്ടുള്ള ക്വാറന്റൈൻ മര്യാദകൾ പാലിക്കുന്നു, അതുപോലെ തന്നെ കല്യാണങ്ങൾ നിർത്തിവെക്കുന്നു, പൊതുസമ്മേളനങ്ങളും പൊതുപരിപാടികളും ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പ്രാർത്ഥന നടപടികൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ള നിപ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം മരണാനന്തര ചടങ്ങുകളൊന്നും ഒരു തരത്തിലുള്ള മതപരമായ ആചാരങ്ങളോടും കൂടിയൊന്നും അല്ല നടന്നത്. വെറും ഈ പറഞ്ഞിട്ടുള്ള നിപ്പ പ്രോട്ടോകോൾ വഴിയാണ് മൂലമാണ് നടന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഒരു മത സംഘടനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകളോ പുരോഹിതന്മാരോ ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പ്രതിഷേധമായിട്ട് വരികയൊന്നും ചെയ്തിട്ടില്ല. അവർ ഇതിന്റെ സീരിയസ്നെസ്സിനെ അതോടെ അംഗീകരിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ഒരു ഇടപെടലും സർക്കാരിന്റെ ഇടപെടലും ഇതിൽ കമൻഡബിൾ ആണ്. അതുകൊണ്ട് അതാണ് ആക്ച്വലി കേരള മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിനൊക്കെ ശേഷം 2018 നമ്മൾ നിപ്പയെ തോൽപ്പിക്കുന്നുണ്ട്. 2018 വന്നതിന് ശേഷം 2019 വന്നു, 2021 വന്നു, 2023 വന്നു, ഇത് 2024 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നിപ്പ പിന്നെയും സംഭവിച്ചു. പക്ഷെ ഇതിനെല്ലാം നമ്മൾ വലിയ മരണങ്ങളിലേക്കോ അല്ലെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കോ എത്തിക്കാതെ തന്നെ നമ്മൾ എത്രയും വേഗം തന്നെ ഡിറ്റക്ട് ചെയ്യുകയും ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കുകയും ആളുകളെ റിക്കവർ ചെയ്യുകയും കേരളം മൊത്തമായി റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കോവിഡ് വന്നപ്പം നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സർവൈലൻസ് മെക്കാനിസവും അതിനനുബന്ധമായിട്ടുള്ള ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മൾ കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേരളം ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡ് എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു നമുക്കറിയാം. അപ്പം കോവിഡിന്റെ അവസാന സമയമൊക്കെ ആയ സമയത്ത് ഡൽഹിയിലൊക്കെ ഓക്സിജൻ കിട്ടാതെ ആളുകൾ വഴിയിൽ കിടന്ന് മരിക്കുന്ന സാഹചര്യത്തിൽ കേരളം ഡേ ടു ഡേ ആവശ്യത്തിലും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും സർപ്ലസ് ആവശ്യമായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശിലൊക്കെ ഗോരഖ്പൂരിലെ 60 കുട്ടികളെ ഓക്സിജൻ ഇല്ലാതെ കൊന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കേരളത്തിന്റെ ഈ പറഞ്ഞ ആരോഗ്യ മന്ത്രാലയത്തോടും അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളെയും കളിയാക്കുകയും അവരെ ചൂരലുമായി പാഠം പഠിപ്പിക്കാൻ വരുന്നത്. അതൊക്കെ ഭയങ്കര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യമാണ്.